യെസ്, വെൽക്കം ടു ഒഫൻസോ പോഡ്കാസ്റ്റ്. സോ നമ്മൾക്ക് ഇവിടെ അഭിജിത്ത് ഉണ്ട് ആൻഡ് ഓൾസോ അവൻ നവീദ്. സോ ബോത്ത് രണ്ടുപേർക്കും മോർ ദാൻ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്, ദാറ്റ് ഇസ് സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സിമ്പിൾ തിങ്, ഞാൻ ഫോൺ നമ്പർ അയച്ചു തരാം, ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ട്രാക്ക് ചെയ്ത് തരാൻ പറ്റും. ഒരു ഹാക്കറല്ലേ? അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി തരാം, ഇതെനിക്ക് ഇപ്പോൾ എനിക്ക് വാട്സപ്പ് നോക്കിയാൽ ഒരു മെസ്സേജ് ഉണ്ട്, എനിക്ക് ഒരാളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഹാക്ക് ചെയ്ത് തരണം. അപ്പോൾ ഇതൊക്കെ പോസിബിൾ അല്ല എന്ന് നമ്മൾക്കറിയാം, ഐ മീൻ ആസ് എൻ എത്തിക്കൽ ഹാക്കർ. ബട്ട് ഓഡിയൻസോട് ലൈക്ക് ഇത് വീഡിയോ കാണുന്നവരോട് എന്താ നമുക്ക് പറയല്ലേ? ഓക്കെ, വീഡിയോ കാണുന്നവരോട് പറയാനുള്ള കേസ്, ഈ ഒരു തിങ്കിങ് പല ആൾക്കാരുടെ മൈൻഡിൽ വരാൻ കാരണം നമ്മുടെ മൂവീസ്, വെബ് സീരീസ്, അങ്ങനത്തെ ഒരു കേസ് കാരണമാണ് എല്ലാവർക്കും ഈ ഒരു ഐഡിയ വന്നത്. ലൈക്ക് ഒരു ഫോൺ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കേസാണെന്നാണ് സിനിമ അല്ലെങ്കിൽ സീരീസിൽ കൂടി ആൾക്കാർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആക്ച്വലി. ആക്ച്വലി കംപ്ലീറ്റ്ലി നമുക്ക് അത് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇമ്പോസിബിൾ അല്ല, കാരണം അതിനടുത്തോളം നമ്മൾക്ക് പ്രോപ്പർ FIR, അതായത് പോലീസിന്റെ റിപ്പോർട്ട് ആവട്ടെ, പ്രോപ്പർ ഗവൺമെന്റ് സപ്പോർട്ടിൽ നമ്മൾക്ക് അത് കേസ് വാലിഡ് ആണെങ്കിൽ അത് ISPക്ക് IP അഡ്രസ് അല്ലെങ്കിൽ നമ്പർ ഫോർവേഡ് ചെയ്ത് ലീഗലി അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു എത്തിക്കൽ ഹാക്കർ ആയതുകൊണ്ട് നമുക്ക് അത് കിട്ടില്ല. അത് നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒരു FIR പ്രോപ്പർ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ കളവ് പോയാൽ അത് ആയിരിക്കും എടുത്തു കൊടുക്കാൻ പറ്റും, പോലീസുകാർക്ക് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും IMEയും എല്ലാം നമ്മളടുത്ത് വേണം. ഇതിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ദ വേ വി ക്യാൻ ട്രാക്ക് ദീസ് ഗൈസ് ഈസ്, നമുക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ മാത്രമേ ആക്ച്വൽ ലൊക്കേഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഹൗ യു ലൊക്കേറ്റ് എ പേഴ്സൺ. IP അഡ്രസ് ഫെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ വി ക്യാൻ പിൻ പോയിന്റ് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ഒന്നുമില്ലാതെ വി കാൻ ഡു. ഇല്ലെങ്കിൽ വി നീഡ് ദി ആക്സസ് ഓഫ് ദി ISPയുടെ കംപ്ലീറ്റ് ഡാറ്റാബേസിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് പോസിബിൾ ടു ട്രാക്ക് ദി ഗൈസ്. സോ ദിസ് ഈസ് 2024. ഏറ്റവും കൂടുതൽ സ്കാംസ്, അതായത് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വർഷമാണ് ആസ് പെർ ദ റെക്കോർഡ്സ്. സോ പേഴ്സണലി ചെറുപ്പത്തിൽ ഏതെങ്കിലും സൈബർ ക്രൈമിൽ, അല്ലെങ്കിൽ ക്രൈമല്ല, ഐ മീൻ ഇതുപോലെ ഫ്രോഡ് അല്ലെങ്കിൽ സ്കാം ചെയ്യപ്പെട്ടിട്ടുണ്ടോ പേഴ്സണലി? To be honest, no. I wasn't ever into any ഒരു സ്കാമിൽ പെട്ടിട്ടില്ല. No. That's great. സെയിം ഹിയർ. ഞാൻ ഇതുവരെ ഒരു സ്കാമിൽ അങ്ങനെ പെട്ടിട്ടില്ല. ബട്ട് നമ്മൾ ക്ലോസ്ലി അറിയാവുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനത്തെ സ്കാംസിൽ പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ ലോൺ സ്കാം അല്ലേ? ലോൺ സ്കാം ഒരുപാട് സ്കാം നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ലോണാണ്. പിന്നെ ഈ ട്രേഡിങ്ങിന്റെ കേസ് വെച്ചിട്ട് ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പേജ് കണ്ട, പേജ് ഫോളോ അപ്പ് ചെയ്ത് അവർ കൊടുത്തൊരു ലിങ്കിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിയർലി അറൗണ്ട് ഒരു 30 to 40 lakhs വരെ പോയ ആൾക്കാരെ ഇഷ്ടംപോലെ അറിയാൻ പറ്റും. അത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ഫോർ എക്സാമ്പിൾ 500 രൂപ ഇട്ട് നോക്കും, അത് 1000 രൂപയായിട്ട് തിരിച്ചു കിട്ടും. പിന്നെ അവർ ഒരു വർക്ക് 5000 ഇട്ട് നോക്കും, ആ 5000 10,000 ആക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എത്ര വരെ പോകും. ഫോർ എക്സാമ്പിൾ ഞാനും ഇതിലിട്ട് നോക്കിയിട്ടുണ്ട്, 250, 500 കിട്ടി, ഞാൻ മതിയാക്കി, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയതാണ്. ബട്ട് തിങ് ഈസ്, അവർ 50,000 1 lakh ഒരു നിശ്ചിത എമൗണ്ട് എത്തും. അവർക്ക് മനസ്സിലാവും ഇനി ഇവരെ കൊണ്ട് ഇത് പറ്റില്ലെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു 1 lakh 2 lakh സ്റ്റോപ്പ് ചെയ്തിട്ട് അവരങ്ങ് നിർത്തിപ്പോവും. പിന്നെ അവർ പറയും ഈ 2 lakhs തിരിച്ച് തരണമെങ്കിൽ ടാക്സോ ഡെപ്പോസിറ്റ് എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ഒരു 50,000 കൂടി വേണമെന്ന് പറയും. എന്നാൽ ഈ എമൗണ്ട് തരുമെന്ന് പറയും. അവർ അതും വിശ്വസിച്ചിട്ട് ആ 15 കൂടി കൊടുക്കും, അവർ അതും കൊണ്ട് മുങ്ങും. ഇതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്കാം. ഓക്കെ, പക്ഷേ അതിനകത്ത് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോക്കുന്ന പോലെ ലൈക്ക് ഒരു ഭയങ്കര പ്രോപ്പർ അവയർനെസ് ഇല്ലെന്നോ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്കാരല്ല ഇതിൽ പെടുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല കമ്പനീസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ് മെയിനായിട്ട് ഈ സ്കാമിൽ പെടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമുക്ക് ഫ്രീ ആയിട്ടൊരു ക്യാഷ് തരൂല. അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്നൊരു അപ്പോൾ ഫ്രീ ആയിട്ടൊന്നല്ല, ആദ്യം ഇവർ പൈസ കൊടുക്കുന്നു, അത് ഡബിളാക്കി കൊണ്ടുവരുന്നു. ഇവിടെയാണ് അവർ ആ സ്കാമിൽ നിന്ന് ഒരു പാർട്ട് വരുന്നത്. എനിക്കൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരു ലേഡി, ഓക്കെ, ഐ എം നോട്ട് ഡിസ്ക്ലോസിങ് ഹെർ നെയിം. അപ്പോൾ ഇവർക്ക് 30 lakhs ആണ് ലോൺ എടുക്കേണ്ടത്. 30 lakhs വേണ്ടി ഒരു പ്രോസസിങ് ഫീസായിട്ട് 10% ചോദിച്ചു. അപ്പം 3-ാമത്തെ തവണയായിട്ട് ഷീ ഗേവ് 1 lakh ഏതാണ്ട് 4.5 lakhs കൊടുത്തു.
4.5 lakhs അവർക്ക് കൊടുത്തു, ഇതിനോട് Okay. 30 lakhs. Okay. Okay. So ആ- she's ആ actually 4 പോയി. 4 ലക്ഷം പോയി. ഇത് നടന്ന സംഭവമാണ്. എക്സാക്ട്ലി. ഷീ കോൾ മി എ ലോട്ട് ആൻഡ് ഞങ്ങളൊന്ന് ശ്രമിച്ചായിരുന്നു, ബട്ട് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. കണ്ടെത്താൻ പറ്റിയത് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ടീം, എസ്പെഷ്യലി ഈ പറഞ്ഞ UP, ബംഗ്ലാദേശ്, അങ്ങനത്തെ കുറച്ച് ടീംസാണ് ഇതിൻ്റെ. ഈ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഒരു ലേഡി ലൈക്ക് നമ്മുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ആൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യലി ഒരു 10,000 കൊടുത്തു, അത് 20,000 ആയിട്ട് തിരിച്ചു വന്നു. 25,000 കൊടുത്തു, അത് 50,000 ആയിട്ട് തിരിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം ഇവർ ലൈക്ക് ജസ്റ്റ് ആ ഒരു അപ്പുറത്തിരിക്കുന്ന ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ഇയാൾക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് തന്നത്. അതായത് ആൾ ആമസോണിൽ വർക്ക് ചെയ്യുന്നതാണ്, ആമസോണിൻ്റെ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ്. ID കാർഡിൻ്റെ ഫോട്ടോ ഒക്കെ അടക്കമാണ് അവർ അയച്ചു കൊടുത്തത്. എന്നിട്ട് പുള്ളിക്കാരി ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം ഇവർ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് ക്യാഷ് കൊടുക്കുമ്പം അത് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഇവരുടെ അക്കൗണ്ട് അല്ല ക്രെഡിറ്റ് ആയ, മറിച്ച് ഇവരുടെ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്ലിക്കേഷനിലായിരുന്നു ആ ഒരു എമൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇവർ ക്യാഷ് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇത്ര തിരിച്ച് റീഫണ്ട് വന്ന് അല്ലെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു എമൗണ്ട് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ കൊടുത്ത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബന്ധവും ഇല്ല. അതിൻ്റെ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്കും ഒരു 5 lakhs വന്നപ്പോൾ ആളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്കാർ ചോദിച്ചു, ഞാനിങ്ങനെ കുറേ ഇഷ്യൂസിലാണ്, ഈ ലോൺ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, അതിൽ നിന്ന് ക്യാഷ് എടുക്കുവാണ്, എനിക്ക് ഇതിൻ്റെ കടം വീട്ടായിരുന്നു, കുറേ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് കൊടുത്തേക്കണത്. അപ്പം വീണ്ടും ഒരു ട്രാപ്പിൽ ഓൾറെഡി പെട്ടിരിക്കുന്ന ഒരു വ്യക്തി രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യുകയാണ്, ലോൺ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കേസ് ഞാനൊന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരു പോലീസ് ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ പേര് പറയുന്നില്ല. അവർ ഈ കേസിൻ്റെ പിന്നാമ്പുറം കുറേ ഓടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഐ മീൻ എങ്ങനെയാണ് ഈ സ്കാം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അഭിജിത്ത് ഒരു 10,000 rupees ഈ മണി ഡബ്ലിങ് സ്കീം ഏതെങ്കിലും ഒരു സ്കാമിൽ, അഭിജിത്തിന് അറിയില്ല അതൊരു സ്കാമാണെന്ന്, ഇൻവെസ്റ്റ് ചെയ്തു. ഈ എമൗണ്ട് അഭിജിത്ത് ഒരു വ്യക്തിക്ക് UPI വഴി അയക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആവാം. ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മളോട് ഇവർ വന്നിട്ട് എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ UPI എൻ്റെ കയ്യിലുണ്ട്, അത് യൂസ് ചെയ്തിട്ട് വിക്ടിമിനെ കണ്ടെത്തിക്കൂടെയെന്ന്. കണ്ടെത്താൻ പറ്റില്ല. അതിൽ മറ്റൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 10,000 rupees ആണ് ഈ അക്കൗണ്ടിൽ എത്തുന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ആ 10,000 10ആയിട്ട് സ്പ്ലിറ്റായി 1,000 ഈച്ച് അതറായിട്ട് പല സ്ഥലത്തേക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്ക് പോകും. ഈ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഡെഡ് എൻഡ് ഉണ്ടാവുമല്ലോ. പക്ഷെ അന്വേഷിച്ച് ലാസ്റ്റ് ഈ 1,000 rupees എത്തിയവർ ആരായിരിക്കും? നോർത്ത് ഇന്ത്യയിലെ ഒരു വീട്ടമ്മയായിരിക്കും. അതായത് ഇതുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല. അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട്, ഏത് പൈസ, ഷെൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ആക്ച്വലി എൻ്റെ ബ്രദർ ബാങ്കിങ് ഫീൽഡാണ്. അപ്പോൾ അവന് ഈ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ഇവിടെ എടുക്കുമ്പോൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നടത്തുന്ന അത്ര സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് അല്ല ഒരിക്കലും നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ. കാര്യങ്ങളൊന്നും വേണ്ട. മേ ബി പേര് സിമ്പിൾ ഡോക്യുമെന്റ് ലൈക്ക് ഒരു കമ്പനീന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അക്കൗണ്ട്, പക്ഷെ ആ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ബിൽഡിംഗ് പോലും ആ ലൊക്കേഷനിൽ. റിയൽ ഇൻസിഡന്റ് ആണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒരു വീട്ടമ്മ കൃഷി ചെയ്യുന്ന ആളായിരിക്കാം, വളരെ സാധാരണക്കാരായ ഒരാളായിട്ട്, അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ അക്കൗണ്ട് ഇതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തായിട്ട് എൻ്റെ നാട്ടിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞതാണ്, ഒരു ടീം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങുക, ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, ഇതിൻ്റെ ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളും ഓണർഷിപ്പ് കൈമാറുകയാണെങ്കിൽ 2,500 രൂപ തരാമെന്ന് പറഞ്ഞു. അവൻ ആ 2,500 രൂപക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത്, ഇതുപോലെ ചുളുവിലൊക്കെ ഒരുപാട് അക്കൗണ്ട് റീസെന്റ് ഏതൊരു മൂവിയിലുണ്ടായിരുന്നല്ലോ ഈ ഒരു സിമിലർ ഒരു. അപ്പോൾ ഇതുപോലെ അക്കൗണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 2,500 രൂപ ഇട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ എടുത്ത് കൊടുത്തേന്ന്. പക്ഷേ ഈ അക്കൗണ്ടിലേക്ക് കൂടിയൊക്കെ ആയിരിക്കും റൗട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ബക്കറ്റായിട്ട് എമൗണ്ട് ഒക്കെ ഇവിടെ വരുന്നു, ഇവിടുന്ന് അവിടത്തേക്ക് ചാടുന്നു. ഇതെല്ലാം സ്പ്ലിറ്റായി പല സ്ഥലത്തേക്ക് വേണ്ടി ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി. എക്സാക്ട്ലി. സോ ഇവിടെയാണ് അടുത്ത മാജിക് നടക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല, പിന്നെ കംപ്ലീറ്റ്ലി ആ റൂട്ട് കണ്ടെത്താൻ സീരിയസ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ അതിൻ്റെ എവിടെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എവിടെയാണ് പോയിട്ട് അത് വിഡ്രോ ആകുന്നത്, അത് കണ്ടുപിടിക്കാൻ വേറെ ഒരു തലവേദന. സോ ഇത് വൺസ് ഇത് ബ്ലോക്ക് ചെയിനിൽ, വൺസ് ഇത് ക്രിപ്റ്റോ കറൻസി ആയി കഴിഞ്ഞാൽ അവർ അത് ബിറ്റ്കോയിനോ ഇതേറിയം ഏതെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്യും, വീണ്ടും അവിടെ സ്പ്ലിറ്റിങ് നടക്കും. ഇത് എല്ലാം കൂടി ചെല്ലുന്നത് മേ ബി ഒരൊറ്റ മാഫിയ ആയിരിക്കും. ബട്ട് ഇത് തുടങ്ങുന്നത് സാധാരണക്കാരന്. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പാത്ത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ബട്ട് ഇവർക്കൊക്കെ കിട്ടിയ പ്രതികൾ ആരാണ്? ഇതുപോലെ സാധാരണക്കാരാണ്. ഇതിൻ്റെ റിയൽ മാൻ ബിഹൈൻഡ് ദി സീൻ അതായിരിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ മറ്റൊരു സ്കാമും കൂടി, സ്കാമല്ല ഇതൊക്കെ സ്കാം എന്ന് പറയാനും പറ്റില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താ അറിയോ, ഈ നമ്മളെ അക്കൗണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്, ഈ ഫോണ് അഭിജിത്ത് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എൻ്റെ ഫോണ് വൾണറബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമല്ല എന്ന് പറയാം.
ഇതങ്ങനെയല്ല. ഞാൻ അഭിജിത്തിനെ വിശ്വസിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അഭിജിത്തിൻ്റെ അക്കൗണ്ട് നമ്പർ അടിച്ച് എൻ്റെ പാസ്വേഡ് OTP എല്ലാം കൊടുത്ത് ഞാൻ പൈസ അയച്ചു തരികയാണ്. സോ എൻ്റെ പെർമിഷൻ ത്രൂ ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഫ്രോഡുലൻറ്റ് നിങ്ങളെ പൈസ പോവുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക. ചിലവർ നാണക്കേട് കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യില്ല. പലർക്കും ഇത്രയും ക്യാഷ് പോയ ഒരു ടെൻഷൻ കാരണം പുറത്ത് പറയാൻ മടി കാരണം, പക്ഷെ കിട്ടൂല, സ്കാം ആണെന്നവർ 100% ഉറപ്പാവുമ്പോൾ മാത്രമാണ് ഇവർ പുറത്ത് പറയുള്ളൂ. ചിലർ പറയില്ല, നാണക്കേട് കൊണ്ട് ഇത് പറയില്ല, പോയത് പോട്ടെ എന്ന് വിചാരിക്കും. പല ആൾക്കാരും അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക്, സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാനൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഞാനൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരവരുടെ സൈഡ് ക്ലീൻ ആണെന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ പല കോളേജിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിള്ളേരോട് ചോദിക്കും ആരൊക്കെ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈവെക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരൊക്കെ ആ സ്പോട്ടിഫൈ യൂസ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്, പ്രീമിയം. വീണ്ടും ഒരുപാട് ആൾക്കാർ കൈവെക്കും. എന്നാൽ ആ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തവർ ആരൊക്കെ മന്ത്ലി പേ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ആരും കൈവെക്കില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെങ്ങനെ പ്രീമിയം യൂസ് ചെയ്യുന്നത്? അത് ക്രാക്കഡ് ഇൻസ്റ്റാൾ ചെയ്തതാ സാറിന് അഭിമാനത്തോടെ പറയാം. ദേ ഡിഡ് സംതിങ്. അതായത് ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തു, ഫ്രീ ആയിട്ട് ആപ്പ് കിട്ടി. ബട്ട് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ വളരെ രസമാണ്. കാരണം അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, മാൽവെയർ ഉണ്ടാവും. ഷുവർ ഒരു ഹാക്കർ ആയിരിക്കാം, വിത്ത് ബാഡ് ഇൻറ്റൻഷൻ ആയിരിക്കാം ആ ഒരു ആപ്ലിക്കേഷൻ ക്രാക്ക് ചെയ്തത്. അപ്പോൾ വൺസ് അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സ്പോട്ടിഫൈ തന്നെ അവരോട് ചോദിക്കും, ഗാലറി ഓപ്പൺ ചെയ്തോട്ടെ, കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്തോട്ടെ, ലൊക്കേഷൻ ഓപ്പൺ ചെയ്തോട്ടെ. ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ എന്തിനാ ഗാലറിൻ്റെ പെർമിഷൻ? സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമ്മളുടെ പ്രൈവസി അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ എല്ലാ ഡാറ്റയും ഈ ക്രാക്ക് ചെയ്ത വ്യക്തിക്ക് കിട്ടി. ബട്ട് ഇതൊക്കെ സിമ്പിളായിട്ട് കാണുകയാണ്. എല്ലാതരം അഡോബിൻ്റെ ടൂൾസും 90% അപ്പോൾ എനിക്ക് കോൺഫിഡൻസോടെ പറയാം, ആരും എന്ത് ചെയ്യാറില്ല, പേ ചെയ്ത് എടുക്കാറില്ല. നമ്മൾക്ക് ഒരു കോളേജാണ്, സ്റ്റുഡൻസിൻ്റെ ഐ ഡി ജസ്റ്റ് 5,000 to 6,000 മന്ത്ലി ഇയർലി പാക്കേജിൽ നമുക്ക് അഡോബിൻ്റെ സ്യൂട്ട്സ് വാങ്ങാൻ പറ്റും. നമ്മളങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇയർലി 6,000 പേ ചെയ്യുന്നുണ്ടോ, പക്ഷെ അതിൽ നമ്മൾ കാണുമ്പോൾ 50,000-60,000 ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ട് ആക്ച്വലി ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. സോ ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്കൂളും, എല്ലാ കോളേജും, എല്ലാ സ്ഥാപനവും ഇതൊക്കെ ഈസ് അണ്ടർ ഓഫ് സംവൺ. ആരുടെങ്കിലും താഴെയാണ് ഇതൊക്കെ ഉള്ളത് അല്ലേ? അതെ. പക്ഷേ അതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മളൊന്നും പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. റൈറ്റ്. നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നമ്മളിപ്പം ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. വി നെവർ പെയ്ഡ് ഫോർ എനിത്തിങ്. എല്ലാം ഫ്രീ ആയിരുന്നു. ഇപ്പോഴാണ് എല്ലാം പെയ്ഡ് ആയി, എല്ലാ സർവീസസും പെയ്ഡ് ആകുന്നത്. സോ പൈസ കൊടുക്കാൻ മടിയാണ് ആൾക്കാർ. ടു ബി ഓണസ്റ്റ് മടിയാണ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ. പിന്നെ ഒരു ചിന്ത ഉണ്ട് എല്ലാവർക്കും, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവാം, മേ ബി 10 rupees or 100 rupees. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ 2 ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്താലൊന്നും സംഭവിക്കും. ഈ ഒരു ചിന്താഗതിയാണ് ഞാൻ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ കോളേജുകളിൽ സംസാരിക്കുന്ന സ്റ്റുഡൻസ് പറയുന്ന സംഭവം. സിമിലർ ആയിട്ട് ഞാനിങ്ങനെ കോളേജസ് സെഷൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഫോൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് ഇടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് കോളേജിൽ പോലും 5-6 പേര് ഇങ്ങനെ കൈവെക്കാറുണ്ട്. അപ്പോൾ അവരോട് എന്തുകൊണ്ട് പാസ്വേഡ് ഇടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒറ്റ റെസ്പോൺസ് ഉള്ളൂ, എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ സീക്രട്ട് ആയിട്ടൊന്നുമില്ല. അവരെപ്പോഴും സീക്രട്ട് ആയിട്ട് കാണുന്ന അവരുടെ പേഴ്സണൽ ഫോട്ടോസോ ചാറ്റുകളോ മാത്രമാണ്. ബാക്കി നമ്മുടെ ഫോണിൽ ലിങ്ക് ചെയ്തേക്കുന്ന അക്കൗണ്ട്സ്, ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഡേറ്റയോ അങ്ങനത്തെ കോൺടാക്റ്റോ മെയിലിൻ്റെ ഡീറ്റെയിൽസോ ഇതിനൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല, സീരിയസ്നെസ് കാണുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം മേ ബി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല, ബട്ട് അവരുടെ ഫോണ് കോംപ്രമൈസ് ആയിട്ടുണ്ടാവും. ആ കോംപ്രമൈസ് ആയ ഫോണ് ചിലപ്പോൾ അവരുടെ പേരൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ആരാ വിക്ടിമാകുന്നത്? പാരൻസിന് അറിയുന്നില്ല അതിൻ്റെ ആ ഒരു മൊബൈൽ ഓൾറെഡി അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഒരു ലാപ്ടോപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കാണാൻ ഒരു മൗസ് തന്നെയാണ്, നത്തിങ് ഡിഫറൻസ്. നബീദിനെ ഒന്ന് ചെക്ക് ചെയ്യാം. ലുക്സ് ലൈക്ക് മൗസ് ബട്ട് നബീദ് നോസ്, ലൈക്ക് നബീദ് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നബീദിനെ അറിയാം ഇതൊരു മൗസ് അല്ല. ഓക്കെ. സോ ഇത് നോർമലി നമ്മൾ ഒരു ചീപ്പ് കടയിൽ നിന്ന് മേ ബി ഞാനൊരു ഓഫർ ഇട്ട് വെക്കുകയാണ്. ഇതാ ഇവിടെ ബ്രാൻഡിൻ്റെ ഏസറിൻ്റെ മൗസ് വെറും 30 രൂപയ്ക്ക് ഞാനിത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും പർച്ചേസ് ചെയ്യും. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് ഇത് വിൽക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. ബട്ട് ഇതൊരു നോർമൽ മൗസ് അല്ല. ഹിയർ ഇറ്റ് ഈസ്. ഞാനിവിടെ എൻ്റെ ഈ ഒരു മൗസ് കണക്ട് ചെയ്യാണ്. സോ ഇവിടെ ഞാൻ ഈ മൗസ് കണക്ട് ചെയ്തു, ബാക്കിൽ ലൈറ്റ് ഉണ്ട്. സി ബട്ട് ദ തിങ് ഈസ് റിമോട്ട്ലി ഈ ഡിവൈസ് കംപ്ലീറ്റ്ലി ഹാക്ക്ഡ് ആണ്.
ഇവിടെ അതിൻ്റെ എല്ലാ ആക്സസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിതിൻ്റെ റിവേഴ്സ് ഷെൽ എടുക്കാം, ഇറ്റ് മീൻസ് കംപ്ലീറ്റ് ആക്സസ് എടുക്കാം. എനിക്കിത് വിൻഡോസിൻ്റെ ഡിഫൻഡർ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കസ്റ്റമായിട്ട് എന്ത് സ്ക്രിപ്റ്റും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വിൻഡോസിൻ്റെ RC അടിക്കുകയാണ്, റണ്ണ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഓട്ടോമാറ്റിക്കലി ഡിഫൻഡറിൽ പോയി ആ വൈറസ് ആൻറ്റിവൈറസ് ഓഫ് ചെയ്യുന്ന പ്രൊസീജിയർ ഇവിടെ കാണാം. അത് ഓഫ് ചെയ്തു, ഗൂഗിൾ ക്രോമിൽ കയറി offenseacademy.com കയറി. മൗസ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, കീബോർഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മളെ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്ത് നേരെ ഓട്ടോമേറ്റഡ് സ്ക്രിപ്റ്റാ, ഇതൊക്കെ ഇവിടെ കൺട്രോൾഡാ. സോ ഇറ്റ്സ് ജസ്റ്റ് എ മൗസ്. We are living in a dangerous world. സോ ഇപ്പോൾ കാണിച്ച അറ്റാക്ക് അത് ആക്ച്വലി അതിൽ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പർ. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് ഡിവൈസ് കാണിക്കാനുണ്ട്. സോ ദ തിങ് ഈസ് ആ മൗസിൻ്റെ അകത്ത് കസ്റ്റമായിട്ടൊരു മദർ ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ ഇഷ്ടമുള്ള എന്തും കോഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് റബ്ബർ ഡക്കി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈഫൈ ഡക്കി യൂസ് ചെയ്യാം. എന്തോ ആകട്ടെ, അത് നമ്മൾക്ക് വേണ്ട പോലെ അതിൽ ആക്ച്വലി കീബോർഡിൻ്റെ സ്ട്രോക്കാണ് ഇൻജെക്റ്റ് ആകുന്നത് ലാപ്ടോപ്പിൽ. സോ ഇതൊന്നും ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം, ഓഡിയൻസിനോട് അത് ഞാൻ പറയുന്നത്. സോ ദിസ് ഈസ് ഫ്ലിപ്പർ 0. ഇതിൽ എന്തൊക്കെ അറ്റാക്ക് നമ്മൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് അഭിജിത്ത് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പം ഫ്ലിപ്പർ 0നെ പറ്റി ലൈക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഫ്ലിപ്പർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് നമ്മൾ തന്നെ ഒഫൻസോൻ്റെ ഇതിൽ നിന്ന് പല വീഡിയോസും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് എന്താണ് ഇതൊക്കെ ഇപ്പോൾ പോസിബിൾ അല്ല, നമ്മുടെ പല ഡിവൈസസ് ഇത് പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറയാം. ലൈക്ക് അത് ആൾക്കാർ കാണുന്നൊരു മെൻറ്റാലിറ്റിയാണ്. ലൈക്ക് ഇതിപ്പം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ലൈക്ക് നമ്മളൊരു അവയർനെസ് പെർസ്പെക്റ്റീവിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒരിക്കലും എന്തില്ല, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് അല്ല നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഇതൊന്നും അറിയാമല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലുള്ളവർ ഇത് കാണിക്കൊണ്ട് ഇത് എന്നാന്ന് ചോദിക്കും ആൾക്കാർ. ആ ഒരു ലെവലിലുള്ള ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സോ പ്യൂർലി കാര്യങ്ങൾ. യെസ്, ഇവിടെ മാക്സിമം ഞാൻ പുഷ് ചെയ്യാൻ നോക്കുന്നത്, എൻ്റെ എല്ലാ റീലിലും മാക്സിമം ഞാൻ പുഷ് ചെയ്യാൻ നോക്കുന്നത് അവയർനെസ് ആണ്. നമ്മൾക്ക് ഈ സൈബർ ത്രെറ്റ്സ് അല്ലെങ്കിൽ അറ്റാക്സ് ഫ്യൂച്ചറിൽ കുറക്കാൻ പറ്റുക. എന്തായാലും മൊബൈൽ യൂസേജ് ആരോടും നമ്മൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ലാപ്ടോപ്പ് യൂസ് ചെയ്തത് നമുക്ക് ഫാമിലിയോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവരോട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എന്താ, ഹൗ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി, ഹൗ ടു ബി സേഫ് ഓൺ ഇന്റർനെറ്റ്. പല ആൾക്കാരും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പല ആൾക്കാരും കമന്റ് സെക്ഷനിൽ വന്ന് പറയാറുണ്ട്, ഇതൊക്കെ ഇപ്പൊ നടക്കുമോ, ഫിഷിംഗ് ഇപ്പൊ നടക്കുമോ എന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പറയാറുണ്ട്. ഫിഷിംഗ് കിട്ടി ആരെങ്കിലും സ്റ്റിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്സ് നടക്കുന്നത് ഫിഷിംഗ് ത്രൂ തന്നെയാണ്. ഞാൻ ഫിഷിംഗ് അറ്റാക്കിൽ വിക്ടിമായിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു MNCയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആഫ്റ്റർ 3 months എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ HR എന്നാണ് വന്നേ. ആ മെയിലുള്ളത് എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായി, എൻ്റെ വർക്കൊക്കെ അവർക്ക് ഇമ്പ്രസ്ഡ് ആയി, അതുകൊണ്ട് സാലറി ഹൈക്ക് തരാം, 50% സാലറി ഹൈക്ക് തരാം. ഒരു ലിങ്ക് എനിക്ക് അയച്ചു. ആ ലിങ്കിലുള്ളത് ഒരു ലോഗിൻ പേജ് എൻ്റെ കമ്പനീൻ്റെ പേരിലാണ്. ചെറിയ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. സാലറി അല്ലേ, മണി പറഞ്ഞു ഇത് പാട്ടായി, കമ്പനിയിൽ ഇത് പാട്ടായി. അപ്പോൾ അതിൽ ഞാൻ ലോഗിൻ ചെയ്തു. അതിൽ എന്നോട് പറഞ്ഞത് ആധാർ കാർഡും പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാനാ. ഞാൻ അതിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഇതൊരു മോക്ക് ഡ്രില്ലായിരുന്നു എൻ്റെ കമ്പനീൻ്റെ. ഞാൻ ഫിഷിങ്ങിൽ വിക്ടിം ആകോ ഇല്ലയോ? ഞാൻ വിക്ടിമായി. അതിനുശേഷം എനിക്ക് 1-2 മണിക്കൂർ ഇതിന് പണിഷ്മെൻ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നു. സോ ഇത്രയും എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത്രയും നോളജ് വെച്ചിട്ട് ഒന്ന് വലിയ ആക്കറാന്നും പറഞ്ഞ് നടന്നിട്ട്, അപ്പോൾ അത് അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു മെത്തേഡാണ്. ഫിഷിംഗ് അറ്റാക്ക് എന്നെ ചെയ്തു. അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം സേഫാണെന്ന് നോക്കി. അവർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ സേഫ് അല്ല എന്ന്. ഓക്കെ, അവർ എൻ്റെ വീക്ക്നെസ്, എനിക്ക് അന്ന് സാലറിയാ വേണ്ടി, പൈസയെ വേണ്ടി, ആ വീക്ക്നെസ് യൂസ് ചെയ്ത് ഫിഷിംഗ് അറ്റാക്ക് ചെയ്തു. വീക്കസ്റ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി. ആക്ച്വലി സെക്യൂരിറ്റിയിൽ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസിന്റെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇഷ്യൂസ് മൊത്തം. ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും നല്ല ആന്റിവൈറസ് കാസ്പർസ്കിയോ ഡിഫൻഡർ ഒന്നുമില്ല, ഹ്യൂമൻസ്. ലൈക്ക് ഇപ്പോൾ ഫർഹാൻ ഈ ഒരു കേസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻസിഡൻറ്റ് ഉണ്ട്. ലൈക്ക് ഞാൻ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് ആ സമയത്ത് അധികമൊന്നും ആയിട്ടില്ലായിരുന്നു, ലൈക്ക് ബിഫോർ മൈ മാരേജ് ആക്ച്വലി. അപ്പം എൻ്റെ വൈഫിൻ്റെ ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. ലൈക്ക് ഇൻകറക്റ്റ് യൂസർ നെയിം, ഇൻകറക്റ്റ് പാസ്വേഡ് അല്ല, ഇൻകറക്റ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു എററാണ് അവർ കണ്ടിന്യൂസ്ലി കാണിച്ചിട്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എടി നീ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ തവണ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഫോൺ കോൾ ത്രൂ ആണ് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജസ്റ്റ് എൻ്റെ മെയിൽ ഐ ഡി അവർക്ക് അറിയാമായിരുന്നു. ആ ടൈമിൽ എൻ്റെ മെയിൽ ഐ ഡി അവർക്ക് അറിയാമായിരുന്നു. അപ്പം മെയിൽ ഐ ഡി ഫോൺ നമ്പറും അറിയാമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ഇവിടെ അവളുടെ ആ ഒരു അക്കൗണ്ട് റിക്കവർ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരി എന്ത് ചെയ്ത്, പുള്ളിക്കാരി ജസ്റ്റ് മറ്റേ നമ്മൾ ID കൊടുക്കുമല്ലോ, അവിടെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത്
എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അപ്പം അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരു കേസ് ഉണ്ട്, ഇനി നിൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓക്കെ ചെയ്തോളാൻ പറഞ്ഞ്. അവൾ പക്ഷേ എന്ത് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാനായിട്ട് ഫോർഗട്ട് പാസ്വേഡ് കൊടുത്ത് എൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്ന OTP ആണ് കിട്ടിയത്. അപ്പോൾ അവളെ OTP വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു OTP പറഞ്ഞു കൊടുത്തു. കാരണം ഞാൻ ആ ഒരു ഫ്ലോയിലിരിക്കുവാണ്. അപ്പുറത്തിരിക്കുന്ന ആളുടെ അക്കൗണ്ട് പോയി അത് റിട്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അവൾ എന്ത് എടുത്ത് എൻ്റെ ID കൊടുത്തിട്ട് എൻ്റെ ഫോർഗട്ട് പാസ്വേഡ് കൊടുത്തപ്പോൾ ഒതൻറ്റിക്കേഷൻ OTP വന്നത് എൻ്റെ ആയിരുന്നു. അത് കൊടുത്തു അവൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുകയും ചെയ്ത്. ഞാൻ സത്യസന്ധനായിരുന്നു, പിടിക്കപ്പെട്ടില്ല. She hacked you. Yes. സത്യസന്ധനായോണ്ട് That's tricky, but yeah, അറിയാതെ അത് ആക്ച്വലി ആ ഒരു ഫ്ലോയിൽ നിൽക്കുവാണ്. അതായിരിക്കില്ല, ക്യാമറ കട്ട് ചെയ്ത പലതും പറയാൻ. അപ്പം അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ഡിവൈസിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അവയർനെസ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴോ അവിടെ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരായിരിക്കും? കോമൺ പീപ്പിൾ. ഞാൻ നേരത്തെ നിങ്ങളുടെ ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞില്ലായിരുന്നു പ്രീവിയസ്ലി നടന്ന ഓഫീസിൽ. അപ്പം അതിൻ്റെ സൈക്കോളജി ഞാൻ പ്രീവിയസ്ലി ഒരു ബുക്ക് വായിച്ചു, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. നമ്മൾ അപ്പം അതിനകത്ത് രണ്ട് സിസ്റ്റം ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ, System 1 ആൻഡ് System 2. System 1 ഈസ് എന്താണ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നതും System 2 എന്ന് പറയുന്നത് ലോജിക്കൽ കോൺഷ്യസ്നെസ് തിങ്കിങ് ആണ്. അപ്പം ബേസിക്കലി നിങ്ങളുടെ System 1 ആണ് അവിടെ വർക്കായിരിക്കുന്നത് വിത്തൗട്ട് ടേക്കിംഗ് കൺട്രോൾ ഓഫ് System 2. System 2 നിങ്ങൾ ഒരു ആക്സസ് കൊടുക്കരുതെങ്കിൽ ചിന്തിക്കരുത് എന്തുകൊണ്ട് ഇയാൾക്ക് എനിക്ക് 50 ഹൈക്ക് തന്നു, ഐ നീഡ് ടു ടോക്ക് ടു HR ഡയറക്ട്ലി. You should have done that, right? Yes. പക്ഷേ നമ്മൾ ആർത്തി, greedy emotions, അത് നേരത്തെ പറഞ്ഞ സംഭവം ട്രേഡിങ് അല്ലെങ്കിൽ മണി ഡബ്ലിങ്, ഇതെല്ലാവരും ഗ്രീഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊരിക്കലും ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ആയ സംഭവം എന്നല്ല ഹാക്ക് ആകുന്നത്, നമ്മളെ മൈൻഡാ. അതെ, ആ ഗ്രീഡ് മാത്രമല്ല, ഇപ്പം നമുക്ക് സ്കെയർ ചെയ്യാം, ഹാപ്പിനെസ് വെച്ച് നമുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കെയർ ചെയ്ത് പാനിക് ആക്കിയിട്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ വീക്ക് പോയിന്റ്, ഒരാളുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലൂടെ ആയിരിക്കും ഒരാളെ ഹാക്ക് ചെയ്യാൻ പറ്റുക. അത് ഏത് രീതിയിലും ആകാം. അപ്പോൾ നേരത്തെ അഭിജിത്ത് പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ഇത് നമ്മൾക്ക് ഏത് ലെവലിലും സ്കെയിലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിൽ ബിൽഡിൻ ആയിട്ട് നമ്മൾക്ക് വൈഫൈൻ്റെ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു വൈഫൈൻ്റെ മൊഡ്യൂൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഇതിൽ പ്ലഗ് ചെയ്തിട്ട് നമ്മൾക്ക് കൂടുതൽ അറ്റാക്സ് ഇതിൽ ചെയ്യാൻ പറ്റും. സോ ദ സെയിം തിങ് നമ്മൾക്ക് വേറെ എന്തെങ്കിലും മൊഡ്യൂൾ വേണമെങ്കിൽ അവിടെ വേറെ ഇടാം. അപ്പോൾ ഇതിൽ എന്ത് അറ്റാക്സും നമ്മൾക്ക് ഇതിൽ മോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് ചുമ്മാ ഒരു എയർപോർട്സ് ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ മുമ്പ് പല വീഡിയോസിൽ ഇട്ടതാണ്. ഇതുമായിട്ട് അവയർനെസ് അല്ലാത്ത ആൾക്കാർ ഇതിൽ വീഴാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈവൻ ഗവൺമെൻറ്റിൽ നിന്ന് വരെ നമ്മുടെ ചില വീഡിയോസ് റീഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേടിപ്പിക്കാന്ന് പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് സംസാരിക്കാറുണ്ട് ഇത് റിലേറ്റഡ്. ലൈക്ക് അവർക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് ഇതൊക്കെ. സോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഫർഹാൻ പോലീസുകാരൻ പേടിപ്പിക്കുന്ന ഒരു ലെവലിലോട്ട് വളർന്നിരിക്കുന്നു. വിവാദാക്കരുത്. സോ സ്കാമിന്റെ നമ്മൾ വെറും പറഞ്ഞത് ഫിനാൻഷ്യൽ സ്കാം ആണ്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത്. എനിക്ക് സെക്സോർഷൻ എന്ന് പറയുന്നൊരു സ്കാം നടക്കുന്നത്, സെക്സോർഷൻ കേട്ടിട്ടുണ്ടാകും. അതായത് നമുക്ക് വീഡിയോ കോൾ വരുന്നു, ദെൻ ബ്ലാങ്ക് ആയിരിക്കും കുറച്ച് നേരത്തേക്ക്, ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ വീഡിയോയുടെ ബാക്ക് എൻഡിൽ എന്ത് ചെയ്യുന്നു, ഒരു 18+ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് അയക്കുന്നു. ദെൻ അവിടെ നമ്മുടെ സോഷ്യൽ ക്രെഡിറ്റ് ആണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. സോഷ്യൽ സ്റ്റാറ്റസ് എന്നിട്ട് പേടിപ്പിക്കും, ഇത്ര എമൗണ്ട് തരികയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സോണിൽ ഷെയർ ചെയ്യാം. അത് ഏറ്റവും കൂടുതൽ പെടുന്നത് ഈ ലോൺ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10,000 ലോൺ ആപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫർഹാൻ ചിരുമ്പ് പറഞ്ഞാൽ എന്താണ്, ഗാലറി ആക്സസ്, നമ്മുടെ ഫുൾ ആക്സസ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളത് ഇനിഷ്യലി കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും അവർ എടുത്തു വെക്കും. നമ്മൾ ആ 10,000 അതിന് ഇൻട്രസ്റ്റ് അടക്കം ഒരു 12,000 15,000 പേ ചെയ്താൽ അവർ പറയും ഇനിയും ഫണ്ട് വേണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മോർഫ് ചെയ്ത ഇമേജസ്. റീസെൻ്റ്ലി ലൈക്ക് നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു സൂയിസൈഡ് കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ലോൺ ആപ്ലിക്കേഷൻസ് പേ ചെയ്തിട്ട് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, കടമക്കുടിയിട്ടുണ്ടായതാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് എന്താണ് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലൂടെ ഒരു പെർമിഷനുകൾ. ഇത് പറഞ്ഞപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി. ലൈക്ക് റീസെൻ്റ്ലി ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് പുള്ളിക്കാരി പറഞ്ഞ ഇനിഷ്യലി കുറേ നേരം നിയർലി ഒരു 1 hour സംസാരിച്ച് പറയണത് എവിടെ പോയാലും വേറൊരു തേർഡ് പേഴ്സൺ, അത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്, അയാളത് അറിയാണ്, നീ ഇന്ന സ്ഥലത്ത് പോയില്ലേ, നീ ഇപ്പം ഇന്ന സ്ഥലത്തല്ല നിൽക്കണത്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചു മേ ബി നിങ്ങളുടെ ഫോൺ വഴി ട്രാക്ക്. അപ്പോൾ പുള്ളിക്കാർ വേറെ പുതിയ ഫോൺ എടുത്ത് കാണിച്ചു, ഞാൻ എൻ്റെ സിമ്മ് മാറി, എൻ്റെ ഫോൺ മാറി, എല്ലാം മാറി, ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ആളെന്ത് ചെയ്യുവാണ്, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എല്ലാം പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് പുള്ളിക്കാരി ബാഗിൽ നിന്ന് വേറൊരു ഫോൺ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഫോൺ എടുത്തപ്പോൾ അതിൻ്റെ ക്യാമറയൊക്കെ ഇങ്ങനെ എന്താണ് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തേക്കുമായിരുന്നു.
എന്നിട്ട് പറയുകയാണ് അപ്പോൾ ഇതാണ് ആ പ്രശ്നമുള്ള ഫോൺ, ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഫോൺ മാറിയെന്ന് പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ വിളിക്കാനൊക്കെ മറ്റേ ഫോണാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് ഈ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നമ്പറും ആക്റ്റീവാണ്, ഗൂഗിൾ അക്കൗണ്ടും ആക്റ്റീവാണ്, എല്ലാം ആക്റ്റീവാണ്. ഇത് ചെയ്യാൻ വല്ല റോക്കറ്റ് സയൻസ് പഠിക്കൊന്നും വേണ്ട. സിമ്പിൾ ഒരു 8th or 9th പഠിക്കുന്ന ചെറിയ പേയ്മാർക്ക് ചെയ്യാം. ഗൂഗിൾ ഡാഷ്ബോർഡിൽ കയറിയിട്ട് അത്രേ ഉള്ളൂ. അതായത് സെയിം ഇതിൽ എൻ്റെ ഒരു farhan@gmail.com ഉണ്ട്. അത് അഭിജിത്തിന്റെ ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിൾ മാപ്സിൽ പോയാൽ എവിടെയൊക്കെ പോയി ടൈം ലൈൻ കിട്ടും, കംപ്ലീറ്റ്ലി കിട്ടും. അപ്പോൾ ആക്ച്വലി അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ .google.com പോയി ഗൂഗിൾ ഡ്രൈവ്സിൽ photos.google.com ആണെങ്കിൽ എല്ലാ ഫോട്ടോസും കാണാം. അതപ്പോൾ അതൊരു പ്യുവർ എക്സാമ്പിളാണ് ആൾക്കാരുടെ അവയർനെസ്. ആൾക്കാരുടെ വിചാരം എന്താണ്, ആ ഫോൺ യൂസ് ചെയ്തില്ല, അല്ലെ ആ ഫോണിൽ നിന്ന് ഞാൻ കോൾ ചെയ്തില്ലെന്ന് വിചാരിച്ച് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഒരു ഡേറ്റയും പുറത്ത് പോകില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആളുകൾ. passwords.google.com പോയാൽ എല്ലാ സേവ്ഡ് പാസ്വേഡ്സും കിട്ടും. അതിൽ ഇൻസ്റ്റ ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ലൂപ്പ് ഹോളിലേക്ക് കൂടി ആയിരിക്കും പോകുന്നത്. സോ ഇവിടെ എല്ലാം കൊണ്ടും പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആരാവട്ടെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ട്രസ്റ്റഡ് അതോറിറ്റിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതിപ്പോൾ ലോണ് തരുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ RBIൻ്റെ അണ്ടറിൽ വരുന്ന ബാങ്ക്, അത് എത്ര ബാങ്ക് ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറയത്തില്ല, നിങ്ങൾക്കറിയാം. അവിടുന്ന് ലോൺ എടുക്കുക. അതിന് പ്രോപ്പർ വേ ഉണ്ട്. അത് അല്ലാതെ കണ്ണികളുടെ ആപ്പ് അത് പ്ലേ സ്റ്റോറിൽ നിന്നായാലും ഇനീഷ്യലി പ്ലേ സ്റ്റോറിൽ ഉണ്ടായി, പിന്നെ അത് സ്കാമാണെന്ന് പറഞ്ഞപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ എല്ലാം സേഫ് ആണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. സേഫ് അല്ലാത്ത ആപ്ലിക്കേഷൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഫർഹാൻ പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാം. ബട്ട് അതല്ലാണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഈ സ്പൈയിങ് ആപ്ലിക്കേഷൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്കൊരാളൊരു ഫോൺ പുതിയതായിട്ട് ഗിഫ്റ്റ് തരുവാണെങ്കിൽ മേ ബി ആ പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തരാൻ പറ്റും ഒരു സ്പൈയിങ് ആപ്ലിക്കേഷൻ. അപ്പം നമ്മുടെ ഫോണിൽ നടക്കുന്ന കംപ്ലീറ്റ് വാട്സാപ്പ് ആക്സസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അത് സ്പൈ ആപ്പ്, അത് ചിലപ്പം ചിൽഡ്രൻ സേഫ്റ്റി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റീസെൻ്റ്ലി. ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്ത 2 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പരസ്പരമുള്ള ഒരു കോൾ വന്നപ്പം അതിൻ്റെ അതൊരു മെൻഷൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് അതർ പേഴ്സൻ്റെ കംപ്ലീറ്റ് വാട്സാപ്പ് ചാറ്റ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് എന്നോട് ഡയറക്റ്റ് ചോദിച്ച കേസാണ്, ലൈക്ക് സാർ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു പേഴ്സൺ മറ്റേ പേഴ്സൻ്റെ ചാറ്റ് കംപ്ലീറ്റ്ലി ആക്സസ് ചെയ്തതെന്ന്. പ്യുവർലി സ്പൈയിങ് ആപ്ലിക്കേഷൻ. അവരുടെ കോൺവെർസേഷനിൽ പറയുന്നത് സ്ക്രീനാണ്, വാട്സാപ്പ് അല്ല, ആ ഫോൺ കോംപ്രമൈസ്ഡ് ഫോണായിരുന്നു. അല്ലാണ്ട് ഒരു ലിങ്കോ ഒരു ടൂളോ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് വാട്സാപ്പ് കയറി ഹാക്ക് ചെയ്യുന്ന ഒരു സംഭവം അല്ല അവിടെ നടന്നത്. ആ ഒരു ആളുടെ പാർട്ട്ണറുടെ ഫോണിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്പൈയിങ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കംപ്ലീറ്റ്ലി ആ ഫോൺ മോണിറ്റർ ചെയ്ത് കംപ്ലീറ്റ് ചാറ്റ്സും കാര്യങ്ങളെല്ലാം അയാൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുറത്തോട്ട് ന്യൂസ് വരുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു മീഡിയ വരുമ്പോൾ സംഭവം എങ്ങനെയാണ് വരുന്നത്, വാട്സാപ്പ് ഹാക്ക് ചെയ്ത് കംപ്ലീറ്റ് ഡേറ്റ എടുത്തുന്നുള്ള. അപ്പോൾ അത് കാണുന്ന കോമൺ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹാക്കഡായി പോയെന്ന്. സോ ഇങ്ങനത്തെ കുറേ അവയർനെസ് ആൾക്കാർക്കില്ല. ആൾക്കാർ പേടിക്കുന്നത് ഇത് കൂട്ട് കാര്യങ്ങൾ കാണുമ്പോഴാണ്, അല്ലാണ്ട് നമ്മൾ അവയർനെസ് കൊടുക്കുമ്പോഴല്ല ഒരിക്കലും ആൾക്കാർ പാനിക്കാന്ന്. എനിക്ക് മനസ്സിലായ മോസ്റ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ പാരൻസ് ആർ സ്കേർഡ് ഓഫ് ഈ പറഞ്ഞ ഹാക്കായെന്നൊരു ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ലീക്കിംഗ് ദിയർ ഫോട്ടോസ്, ലീക്കിംഗ് ദിയർ പ്രൈവറ്റ് ഫോട്ടോസ്, ഇങ്ങനത്തെ നമ്മളാണ് ദേ ബിലീവ് ദാറ്റ് ദേ ഗെറ്റ് ഹാക്ഡ്, റൈറ്റ്? ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഹാക്കായിട്ടുണ്ട് എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി ഹാക്കായിട്ടൊന്നും ഉണ്ടാവില്ല, ബട്ട് തോന്നുന്നതാവാം. ഇത് നമ്മൾക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് മോസ്റ്റ് സിംറ്റംസ്, ഇപ്പം നമുക്കൊരു അസുഖത്തിന് സിംറ്റം ഉണ്ട്, ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഒരു അസുഖം സിംറ്റംസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോണിന് ഇഫ് മാൽവെയർ ഇൻസ്റ്റാൾഡ് ആണ് അല്ലെങ്കിൽ ഹാക്ഡ് ആണെങ്കിൽ ഇറ്റ് കോൺസ്റ്റൻ്റ്ലി ഗിവ് ഔട്ട് എ കണക്ഷൻ ടു ദി അറ്റാക്കർ. ഒരു C2 കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവറിലേക്ക് എന്ത് ചെയ്യും, ഒരു കണക്ഷൻ പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നോർമലി വർക്ക് ചെയ്യുന്ന ഫോണിനെക്കാളും ഇറ്റ് വിൽ വർക്ക് ട്വൈസ് ദി, അല്ലേ? ഇപ്പോൾ കണക്ഷൻ പോയിട്ട് ബാറ്ററി ഡ്രെയിൻ ആവാം, അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആവാം, ഡാറ്റ. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ മാനേജറിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഡാറ്റ യൂസ് ചെയ്യുന്ന അനലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് എ ബിറ്റ് ട്രിക്കി. സോ മാൽവേഴ്സ് റൈറ്റ് നൗ ആർ ടു ട്രിക്കി ടു ഐഡന്റിഫൈ. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല, ടു സ്റ്റെൽത്തി ആണ്, ആൻഡ് മാൽവേർ റൈറ്റേഴ്സ് ആർ ഗെറ്റിംഗ് ടു സ്മാർട്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പക്ഷേ നമുക്ക് സിംറ്റംസ് വെച്ചിപ്പോൾ ഫോൺ ഹീറ്റ് ആവാം, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ ഫോണിൻ്റെ പെർഫോമൻസ് ബാധിക്കും, ഇതൊക്കെയാണ് നമുക്ക് ചിന്തിക്കുക. ബട്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നോക്കിയാൽ it's not that possible to identify a malware just like that. So that's what I believe. അവിടെ ഒരു ഫോൾസ് പോസിറ്റീവ് വരാം, നമ്മളെ ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്, ചാർജ് നിൽക്കുന്നില്ല, ഡാറ്റ ഒരുപാട് യൂസ് ആകുന്നുണ്ട്, ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും.
ഞാൻ പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ മാനേജർ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ മാനേജറിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. ബട്ട് ഫോൺ റൂട്ടഡ് ആണെങ്കിലായിരിക്കില്ലേ, അല്ലാണ്ട് ഇപ്പോൾ കമ്പനി ഡിഫോൾട്ട് ആയിട്ടുള്ള ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോൺസിനൊക്കെ കമ്പനീസ് തന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ്. ഇപ്പം സാംസങ്ങിന് ഇപ്പോൾ നോക്ക് സെക്യൂരിറ്റി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ ഐ ബിലീവ് ഇറ്റ്സ് എ ബിറ്റ് മോർ സെക്യൂർ. പക്ഷേ ഇപ്പോഴുള്ള മാൽവേഴ്സ് എന്ന് പറയുന്നത് APK ഫോമാറ്റിലല്ല ഉണ്ടാവുക. ഇപ്പോൾ ഒരു മാൽവെയർ ഫസ്റ്റ് ഡൗൺലോഡർ എന്ന് പറയുന്ന സംഭവമായിട്ടാണ് വരിക. ഇറ്റ്സ് എ സ്മോൾ പീസ് ഓഫ് കോഡ്. അതിനുശേഷം ഒരു ഡ്രോപ്പർ ഉണ്ടാവും. ഡ്രോപ്പറാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ്സ് ഇൻസ്റ്റാളിങ് ദാറ്റ് പെർട്ടിക്കുലർ പീസ് ഓഫ് മാൽവെയർ ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോൺ ബി എൻ APK. മനസ്സിലായില്ലേ? So it depends on how they write the malware. ഇപ്പോൾ ഈ മാനുവൽ അപ്രോച്ചിൽ എന്തെങ്കിലും ഇതുപോലെ അനലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്യാമറ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈവസിൻ്റെ ഫിസിക്കലി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ലൈറ്റ് കാണാം. ഇവിടെ എൻ്റെ ക്യാമറ ആക്സസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാം. അത് മാൽവെയറിന് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. No, it's a sensor, so it's not that possible. പോസിബിൾ അല്ല, കാരണം ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് എന്തായാലും ഗ്രീൻ ലൈറ്റ് കത്തും. അതുപോലെ മൈക്ക് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കത്തുന്നുണ്ട്. അത് ആക്ച്വലി അത് പ്രവർത്തിക്കുന്നത് ഞാൻ വായിച്ചപ്പം ആദ്യം സോഫ്റ്റ്വെയറിലായിരുന്നു, പക്ഷെ ഇപ്പം കേർണൽ അങ്ങനെയാണ് വോൾട്ടേജ് പാസ്സാകുന്നത്. ക്യാമറ ഓൺ ആകുമ്പോൾ ആ ലൈറ്റ് ഓൺ ആവണം, മൈക്ക് ഓൺ ആകുമ്പോൾ ഓറഞ്ച് ലൈറ്റ് ഓൺ ആവണം. അത് അങ്ങനെയാണ് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കോഡല്ല, അത് ഫിസിക്കലി അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഹാർഡ്വെയർ ലെവലിൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കി അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ചുമ്മാ ഒരു ക്യാമറ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ അവിടെ പച്ച ലൈറ്റ് കാണാം. അപ്പോൾ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ഓപ്പൺ ചെയ്തിട്ട് അത് നമുക്ക് മാനുവലി കാണാൻ പറ്റും ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങളെ ക്യാമറ യൂസ് ചെയ്യുന്നതെന്ന്. സോ റീസെൻ്റ്ലി എനിക്ക് വന്നൊരു കോളാണ്, അത് അഭിജിത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ ക്യാൻ ടെൽ നവീൻ. സോ കോള് വന്നു, അങ്ങനെ അഭിജിത്തിനോട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റ് ആക്കി. ഓക്കെ, കോള് വന്നു. കോള് എടുത്ത പാട് പറഞ്ഞു DHL എന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് നിങ്ങളുടെ പാർസല് ജോർദനിലേക്ക് പോയ പാർസൽ റിട്ടേൺ വരികയാണ്. കാരണം എന്തോ സംതിങ് റീസൺ എനിക്ക് ഓർമ്മയില്ല, തിരക്കിലായിരുന്നു അന്ന്, ഓണപ്പരിപാടിൻ്റെ രാവിലെ ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇല്ലീഗൽ കണ്ടൻസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞു ഒരു 15 ലാപ്ടോപ്പ് ഫൈൻ, ഒരു 10 ഫോൺ ഫൈൻ, 100 or 400 gram ഓഫ് മറ്റേ ആ പ്രൊഡക്റ്റ് പറയുമ്പോൾ ബീപ്പ് വേണ്ടേ? ഓക്കെ, അതിൽ എമ്മും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. കെമിക്കൽസ്, അതായത് കഞ്ചാവും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. The thing is, എനിക്ക് ഓൾറെഡി എനിക്കറിയാം ഇത് സ്കാം ആണെന്ന്, ബട്ട് എവിടം വരെ ഇവർ എത്തിക്കുമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങളെ വെർച്വലി അറസ്റ്റ് ചെയ്യുകയാണ്, അതിൻ്റെ നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഞാൻ ഹയർ അതോറിറ്റിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുക, ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ ഫോൺ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ അവർ എന്നെ എന്തിലിട്ടു, ഹോൾഡിലിട്ടു. അപ്പോൾ എനിക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ ക്രൗഡിൻ്റെ നോയ്സ് കേൾക്കാം. നെക്സ്റ്റ് അവർ ഫോർവേഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞേ, തൊട്ടിപ്പുറം ഇരിക്കുന്ന ആരോമാണ് ഫോൺ എടുക്കുന്നത്. നെക്സ്റ്റ് അവർ അതേ ക്രൗഡ് നോയ്സ് അതിലും കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഭയങ്കര റൂഡായി. ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഫ്രം DHL, പിന്നെ ഭയങ്കര റൂഡ് പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ, നിങ്ങൾ വിക്ടിമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇംപേഴ്സണേഷൻ നടത്തി എന്നാണ് പറയുന്നത്. ഇംപേഴ്സണേഷൻ ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല, ഞാൻ അഭിനയിച്ചു, ഞാനല്ല ഇത് പാർസൽ അയച്ചത്, വേറെ ആരും എൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞു ഐഡൻറ്റിറ്റി വേറെ ആൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് ഇതിനെതിരെ കേസ് എടുത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഹൈദരാബാദിൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർക്കറിയാൻ ഞാൻ കേരളത്തിലാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകണം, പോക്കും വരത്തും 30,000-40,000 ചിലവാകും. അപ്പോൾ അവർ പറഞ്ഞു നമ്മളൊരു ഈസി മെത്തേഡിലെ ഈ കേസ് റിസോൾവ് ചെയ്തുതരാം, ഒതുക്കി തീർക്കാം. ജസ്റ്റ് 20,000 അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ അവർ എല്ലാ ലീഗൽ പേപ്പറും വർക്ക്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഈ കേസിൽ നിന്ന് തലയൂരിത്തരാം. ഇതാണ് പ്രൊസീജിയർ. ഇത് വലിയ സംസാരമാണ്, ഞാൻ ഷോർട്ടായി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, പലരും വിശ്വസിക്കും MDM ആണ് കടത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഇഷ്യൂ, നാർക്കോട്ടിക്സിൻ്റെ ഇത്രയും വലിയ ഇഷ്യൂ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. സോ ആരും അയച്ചു പോകാൻ എമൗണ്ട്. ഇതാണ് ഇതിൻ്റെ സ്കാമിൻ്റെ ഒരു രീതി. നമ്മൾ പാനിക് ആക്കിയിട്ട് സ്കെയർ ചെയ്യാണ്. അപ്പോൾ ഇതിലൂടെ പേടിപ്പിച്ച് ഇത് ഈവൻ കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ്. ഇത് എനിക്ക് മാത്രമല്ല, ഇതെനിക്ക് 3ാമത്തെ കോളാണ് കിട്ടുന്നത്, എപ്പോഴും ബിസി ആയിട്ട് കട്ടാക്കല. സോ കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പല വട്ടമായിട്ടും റീലായിട്ടും പോസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സംഭവം. സോ ഇത് പാർസൽ അയച്ചെന്നും പറഞ്ഞ് നമ്മൾ കഞ്ചാവ് കടത്തിയെന്നും MDM 500 gram ഉണ്ടെന്നൊക്കെ വന്നിട്ട് വരും. പക്ഷേ അറസ്റ്റ് മീൻസ് നമ്മൾക്ക് ആദ്യം വക്കീൽ നോട്ടീസ് വരും,
കോടതിയിൽ നിന്നുള്ള പേപ്പറും കാര്യങ്ങളും വന്ന് അതിൻ്റെതായ പ്രൊസീജിയറിലാണ് പോകുക. ആരും ഫോൺ വിളിച്ചിട്ട് ഇത്ര കിലോ കഞ്ചാവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിക്കാനൊന്നും ഇല്ല. അത് അതിൻ്റെ പ്രൊസീജിയർ അല്ല. സോ ഞാൻ ചിന്തിച്ചത് എങ്ങനെ എൻ്റെ ഫോൺ നമ്പർ അവർക്ക് കിട്ടിയെന്നാ. യെസ്. അപ്പോൾ ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ പെൻഡിങ് ആയിട്ടുള്ളത്. സോ ഇത് ഞാൻ പല കോളേജിലും പോയിട്ട് ചോദിച്ചു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ കോളേജിൽ പോയി ചോദിച്ചു. അവർ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പല കോളേജിൽ നിന്ന് അവർക്ക് കോൾ കിട്ടുകയാണ്, കരിയർ ഗൈഡൻസിൻ്റെ ബേസിൽ. അതായത് നിങ്ങൾ ഈ കോളേജിൽ അഡ്മിഷൻ നോക്കുകയാണോ, പ്ലസ് ടു പാസ്സായില്ലേ, ഇത് ഈ കോളേജ് അടിപൊളിയാണ്, റെക്കമെൻഡേഷൻ കൊടുക്കുക. അവർക്കൊക്കെ എങ്ങനെയാണ് ഇവരുടെ നമ്പർ കിട്ടുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിന് പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനും പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പല കോളേജസും പല എന്താണ് പ്രോപ്പർ മെത്തേഡ് എന്ന് പറയാം. അത് നല്ലൊരു ചാനൽ. അതല്ലാതെ ഇല്ലീഗലി ആയിട്ട് ഡാറ്റ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഉണ്ട്. അതിപ്പം ഡേറ്റാ ബ്രീച്ചസ് വഴി പോകുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡേറ്റാ ബ്രീച്ച് കിടന്ന ആ ഡേറ്റ ലീക്ക് ആവും. ആ ലീക്ക് ആവുന്ന ഡേറ്റ ഇപ്പോൾ ഈവൻ ടെലഗ്രാം ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട് ഡേറ്റ. ഇപ്പം നമ്മൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഒരു 500 പിള്ളേരെ കോൺടാക്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപ കൊടുത്താൽ കിട്ടും. ഡേറ്റാബേസ് സെല് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ഇനി ഇതെങ്ങനെ കളക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഗിവ് അവേ എല്ലാം എപ്പോഴും പങ്കെടുക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, iPhone 50 Pro Max ഗിവ് അവേ 10 ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഞാൻ അതിൽ എൻ്റെ ഫോൺ നമ്പറും ഇമെയിലും അഡ്രസ്സും എല്ലാം കൊടുക്കും. ഇനി ഇതെടുത്തൊരു 10 ആൾക്കും കൂടി ഷെയർ ചെയ്യും. എല്ലാ ഫാമിലി ഗ്രൂപ്പിലും നോർമലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അവർ ഇനി 10 ആളെടുത്ത് വേറെ 10 ആൾക്ക് അയക്കും. അത് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ കൊറോണ. മൾട്ടിപ്ലൈ സ്പ്രെഡ് ആയി പോകും. ആ വൈറസിന്റെ സ്പീഡ് ചിന്തിച്ചു നോക്കിയേ. 10 ആള് 10 ഗ്രൂപ്പിലേക്ക് അയക്കുന്നത് ഇറ്റ്സ് ഹ്യൂജ്. അതിൽ 80% ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ ഒരു കറക്കല കറക്കുന്നില്ല, സ്പിന്ന് ചെയ്യുന്നു, ഐഫോൺ അടിക്കുന്നു, അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി പൂരിപ്പിക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, 10 ആൾക്ക് ഷെയർ ചെയ്യുന്നു. ഇത് അറ്റ് ദ എൻഡ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു പരസ്യം കാണുന്നു, ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയവന് പൈസ കിട്ടി, അവർക്ക് ഡാറ്റ കിട്ടി, ഇവനിക്കൊന്നും കിട്ടിയില്ല, ഇവനത് ക്ലോസ് ചെയ്യുന്നു. ബട്ട് അവർക്ക് ഡാറ്റ കിട്ടി. ഇവൻ ഇങ്ങനെ ഉള്ള പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അവരുടെ അടുത്ത് ഡാറ്റ ഉണ്ട്. ഇത് കുറേ കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ മിസ്യൂസ് ചെയ്യാം. മണി ഡബിളിങ് സ്കീം ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വിടും. കാരണം ഓൾറെഡി വീക്ക് ആണെന്ന് മനസ്സിലായി. അവർ ഓൾറെഡി അവരുടെ മൈൻഡ് വീക്കാണ്, എന്ത് കൊടുത്താലും ക്ലിക്ക് ചെയ്യുമെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള ഒരു ഡം ഡാറ്റാബേസ്, ബുദ്ധിയില്ലാത്തവരുടെ ഡാറ്റാബേസ് ചെയ്യുന്നതല്ല. ദ തിങ് ഈസ് ദാറ്റ് ബേസിക് അവയർനെസ് ഇല്ലാത്തവരുടെ ഡാറ്റാബേസ് ഉണ്ട്. അവർക്ക് ഇതുപോലെ എല്ലാ ലിങ്ക് അയച്ചാൽ അവർ ക്ലിക്ക് ചെയ്യും, അവരുടെ എല്ലാ ഡാറ്റ അതിൽ കൊടുക്കും. ഇതുപോലെയുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണ്. ദേ ആർ വീക്ക്. അവർക്ക് വേണ്ടത് പ്രോപ്പർ അവയർനെസ്സാണ്. അല്ലെങ്കിൽ ഒരു പൈസ പോയിട്ട് അവർ പഠിക്കണം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചിട്ടും വീണ്ടും വീണ്ടും കളയുന്ന ടീംസ് ഉണ്ട്. സോ ഇതാണ് ഓരോ മെത്തേഡ് ഡാറ്റ കളക്ഷൻ്റെ. സോ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വലിയൊരു ലോകമാണ്. അതായത് സർഫസ് വെബും ഈ താഴെയുള്ള ഡാർക്ക് വെബും പറയുന്ന പോലെ വലിയൊരു ലോകമാണ്. ഞാൻ കേട്ടിടത്തോളം ഈ നോർത്ത് ഇന്ത്യൻസ് ആർ സ്കാമേഴ്സ് മെയിൻ ടീം ബിഹൈൻഡ് ദ സീൻ. ഈവൻ ഇംഗ്ലീഷിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാൻ ആസ് പെർ മൈ ഇൻഫർമേഷൻ നോർത്ത് ഇന്ത്യൻസ് ആർ മെയിൻലി ബിഹൈൻഡ് ദ സീൻസ്. അത് നമ്മൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. സ്കാം ബൈറ്റേഴ്സ്, ഒരുപാട് സ്കാമേഴ്സിന് തിരിച്ച് പണി കൊടുക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്. ഹായ് ദീപ അതൊക്കെ പറഞ്ഞ് ആക്ച്വൽ നെയിം പറയിപ്പിക്കുന്ന കേസ്, അവരുടെ CC ക്യാമറ ഹാക്ക് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണെന്നറിയോ, ഏറ്റവും സാഡ് പോയിന്റും കൂടിയാണ്. എല്ലാ സ്കാമിങ്ങും ദേ ആർ നോട്ട് ഇന്ത്യൻസ്, അവർ അമേരിക്കൻസ് ആണ്. ബട്ട് ഈ സ്കാമേഴ്സ് ഒക്കെ കൊൽക്കത്ത, ഡൽഹി ഇവിടെയൊക്കെയാണുള്ളത്. UP മെജോറിറ്റി നോർത്ത് ഇന്ത്യൻസിലാണ് ഇത് നടക്കുന്നത്. അവരുടെ ഓഫീസ് വെൽ സെറ്റിൽഡ് ആണ്. ഓരോ ചേമ്പേഴ്സ് ഉണ്ടാവും, ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, ലാൻഡ് ഫോൺ, എല്ലാ കണക്ഷൻ ഉണ്ട്. ഒരു പോലീസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഓഫീസ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനി പോലെ സിസ്റ്റം ഉണ്ട്, അവർക്ക് എംപ്ലോയീസ് ഉണ്ട്, HR ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ അവിടെ നടക്കുന്നതോ സ്കാമിങ്. ഈ സ്കാമിങ് എങ്ങനെ നടക്കുക അറിയോ? ഞാൻ നോക്കിയപ്പോൾ ഇത് ഏജ്ഡ് ആൾക്കാർക്ക് അത് പോവാം, 65+. അവർക്കൊക്കെ പെൻഷൻ ഡോളേഴ്സ് ഉണ്ടാവും. മെയിൻലി അവരുടെ ടാർഗറ്റ് ഇന്ത്യൻസിനല്ല, പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക്
ഇപ്പം വിൻഡോസ് സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട്, വിൻഡോസ് സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട്. അതുപോലെ ഇവർക്കൊരു ചുമ്മാ ഒരു മെയിൽ അയക്കും, താങ്ക് യു ഫോർ പർച്ചേസിങ് ദിസ് ആൻറ്റിവൈറസ്, നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് $10,000 ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ഇത് അറിയാതെ ആണെങ്കിൽ റീഫണ്ട് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊരു മെയിൽ അയക്കും. അവർ ബാങ്കിൽ പോയി വെരിഫൈ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, കോൾ ചെയ്യും. പിന്നെയാണ് സ്കാമിങ് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരെ സ്കാം ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ₹1,000 or $2,000. എക്സാക്ട്ലി. പർച്ചേസിങ് പവർ പാരിറ്റി വ്യത്യാസം ഉണ്ട്. അവിടുന്ന് ഒരു $1,000 സ്കാം ചെയ്ത് ഇവിടെ $80,000 കിട്ടി. അപ്പോൾ ചെറിയ പണി വലിയ കൂലി. അപ്പോൾ കൂടുതൽ സ്കാമേഴ്സ് അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവരുടെ ടാർഗറ്റ് ഇന്ത്യൻസ് അല്ല. അപ്പം അത് ഒരു സാഡ് പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് ഇത് ബ്ലെയിം കിട്ടുന്നത്. കമന്റ്സ് നോക്കിയാൽ മതി. Indians are scammers, and I was thinking that who's behind this big cult? ആരാണ് ഈ കൾട്ട്? സി someone has to pull the strings, right? ഇപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഇത്രയും ഇന്ത്യൻസ് ആർ നോട്ട് ദാറ്റ് ടെക്നിക്കലി സൗണ്ട്. ഈ സ്കാമേഴ്സ് ഒന്നും അത്ര നോളജ് ഉള്ളതും സെക്യൂരിറ്റിയിൽ, സൈബർ സെക്യൂരിറ്റി, ഹാക്കിംഗ്, ദേ ഹാവ് ദാറ്റ് മച്ച്. അവർക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്. ഇവർ ടെക്നിക്കലി സൗണ്ട് എക്സാക്ട്ലി അവർ ചെയ്യുന്നത് ഇതേപോലെ RC കണക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ SQL ഇൻജെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വലിയ മാൽവെയർ അയക്കാനോ ഇതൊന്നല്ല അവർ ചെയ്യുന്നത്. അവർ അഡ്വാൻസ്ഡ് ഹാക്കിംഗ് ഒന്നല്ല ചെയ്യുന്നത്. ഹ്യൂമൻസിന് ഇമോഷൻസ് വെച്ചിട്ട് ഇമോഷൻ അവർക്ക് സ്ക്രിപ്റ്റ് A4 ഷീറ്റിൽ പേപ്പർ, അത് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റാ, വെൽക്കം മാഡം, വെൽക്കം ടു മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്നെല്ലാം പറഞ്ഞിട്ട് അതേപോലെ അവരുടെ ഇമോഷനെ കണക്ട് ചെയ്തെടുത്ത് ലാസ്റ്റ് അവരോട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മറ്റേത് പർച്ചേസ് ചെയ്യിപ്പിക്കും. എന്താ അതിന് പറയുക, വൗച്ചർ കാർഡ്, ഗൂഗിൾ പേൻ്റെതും ഗൂഗിൾ പ്ലേൻ്റെ Amazon വൗച്ചർ കാർഡൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വൗച്ചർ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ഇല്ലാതിരിക്കാൻ. അവിടുന്ന് ഒരു എമൗണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൗട്ടിങ് ഉണ്ടാവും. വൗച്ചർ ഈ സോക്ക് പപ്പറ്റിംഗ് എന്ന് പറയും. ഇപ്പം മെയിൻ ഹാക്കേഴ്സ് ദേ ഡോണ്ട് യൂസ് ബാങ്ക് അക്കൗണ്ട്സ്, ദേ യൂസ് Amazon Pay. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ട്രാക്ക്. പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വൗച്ചേഴ്സ് അപ്പുറം അയച്ച് കളിക്കുന്ന ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ അവർ കൂടുതൽ സ്കാമേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ പൈസ സേവ് ചെയ്തൊക്കെ ക്രിപ്റ്റോ കറൻസിയിലാണ്. ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എമൗണ്ടും കംപ്ലീറ്റ്ലി ഹിഡൻ ഫ്രം ദ വേൾഡ്. അതായത് ഫോർ എക്സാമ്പിൾ ട്രേസ് ചെയ്യാൻ പറ്റും, അത് പാത്ത് കാണാൻ പറ്റും, പക്ഷെ ആരാണ് ഇതിൻ്റെ ഓണർ എന്ന് കാണാൻ പറ്റില്ല. വാലറ്റാണ് കാണുക, വാലറ്റ് അഡ്രസ്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു വാലറ്റ് ഉണ്ട്, നബീദിനൊരു വാലറ്റ് ഉണ്ട്. ഞാൻ ഈ വാലറ്റ് A to Bയിലേക്ക് അയക്കുമ്പോൾ ആ ട്രാൻസ്ഫർ കാണാൻ പറ്റും, ഹിസ്റ്ററി കാണാൻ പറ്റും. ബട്ട് ഈ വാലറ്റ് A എൻ്റെതാണെന്നും ഈ വാലറ്റ് B നബീദിൻ്റെതാണെന്നും ഇവിടെ പ്രൂഫില്ല. അതാണ് ക്രിപ്റ്റോ കറൻസിയിലെ മെയിൻ സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വാലറ്റ് ഉണ്ട്, അതിൽ $ബില്യൺസ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വേൾഡിന് അത് അറിയില്ല, അതെവിടെയും ട്രാക്ക് ആകുന്നില്ല. അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ മെയിൻ. സ്കാമേഴ്സ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാൻ കാരണം ഇതാ. പക്ഷെ ഇത് കാരണം വളരെ വളരെ ലെജിറ്റായ ഒരു സംഭവം, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് ഒരു കൈൻഡ് ഓഫ് കറൻസിയാണ്, ക്രിപ്റ്റോ കറൻസിയാണ്. ബട്ട് ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പേടിയാവുക? വാട്ട് ഈസ് ബിറ്റ്കോയിൻ? സ്കാമാണ്, അത് ഭയാനകരമായ സംഭവമാണ്. പക്ഷേ ജനറലൈസ് ചെയ്ത് ആക്ച്വലി ഇത് കൂടുതൽ സ്കാമേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ബിറ്റ്കോയിൻ എന്ന് കേട്ട എല്ലാവരും സ്കാം എന്ന് പറയുന്നത് കൂടുതൽ ബിറ്റ്കോയിൻ ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ദ ട്രാൻസാക്ഷൻ, ഇതുപോലെ ട്രാക്ക് ഇല്ലാതിരിക്കാനാണ്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ പോലും ട്രേസ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് ആയിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അഭിജിത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ A to B കാണാൻ പറ്റും. കട്ട് തളർന്നു, എൻ്റെ സോഷ്യൽ എനർജി തീർന്നു. സോ ഗൈസ്, ഇവിടുത്തെ പോഡ്കാസ്റ്റ് ഇവിടെ നമ്മളെ ഫസ്റ്റ് പോഡ്കാസ്റ്റാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും, ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഉണ്ടാവും. സോ നെക്സ്റ്റ് ടൈം നമ്മൾ അടിപൊളിയായിട്ട് വരാം. Until then, see you, bye bye.